Hi students, welcome back to our next session. In this session, we can discuss about what are the various factors that led to the opening of Indian economy. During the late 1980 and early 1990s, Indian economy faced several crises. The most important crises were severe BOP crisis, terrific inflation, burden of external debt, increase in fiscal deficit, etc. Now we can explain it in detail. First one, the first crisis that led to the Indian economy was balance of payment. Balance of payment, shortly known as BOP. During the period of 1980 and early 1990s, India had faced a severe BOP crisis. What do you mean by BOP? BOP or balance of payment, it is the record of financial flows. The financial flows may be inflow and outflow. It explains the import exceeds the exports. That is balance of payment. Balance of payment is a record of financial flows. This financial flow ennu parayunnathu inflow aayirikkam, outflow aayirikkam. Inflow means money come into our country. Outflow means come out of our country. So it is the record of financial flows. That may be inflow or outflow of money. BOP is in crisis. We mean that the import exceeds the export. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ബൈ ചെയ്യുന്നത് മറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യുന്നത് എക്സീഡ് ചെയ്യുന്നു ദാൻ അവർ എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് നമുക്ക് വരുന്ന ഇമ്പോർട്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് of balance of payment led to the opening of Indian economy. The second one is rise in fiscal deficit. Due to increase in non-development expenditure, fiscal deficit of the government had been increasing. ഗവൺമെന്റിന്റെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ കൂടിയതുകൊണ്ട്. എന്താണ് ഈ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ? ഗവൺമെന്റ് ഒരുപാട് ലോസ്, റൂൾസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നു. without getting benefit for economic development. അത് ജനങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ലോസിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് മണി നമ്മളുടെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇത് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ കാരണം ഈ ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ട് ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Then എങ്ങനെയാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വരുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് is the difference between the total expenditure and the total receipts. Our total expenditure exceeds the total receipts. We can call it as fiscal deficit. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന് കിട്ടുന്ന റെസീറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് is the difference between the total expenditure and total receipt by government. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴാണ് നമ്മൾ പറയാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയാം. ദ നെക്സ്റ്റ് വൺ, ഡെറ്റ് ട്രാപ്പ്. ടു ഫിനാൻസ് ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ പറഞ്ഞു ഇഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മോർ ദാൻ ദ ടോട്ടൽ റെസീറ്റ്, അല്ലെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുതലും റെസീറ്റ് കുറവുമാണെങ്കിൽ ഗവൺമെന്റ് ബോറോ ഫണ്ട്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെ. അപ്പൊ മണി തികയാതെ വരുമ്പോൾ, ഇങ്ങനെ ഒരു ഡെഫിസിറ്റ് വരുമ്പോൾ ഗവൺമെന്റ് ബാങ്കിൽ നിന്നും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ മണി ബോറോ ചെയ്യുന്നു. Due to the faulty policies adopted by government, it was not able to repay that borrowings and started taking loans again to repay the previous loans. ഗവൺമെന്റിന്റെ ഫോൾട്ടി ആയിട്ടുള്ള ചില പോളിസീസ് മൂലം ഗവൺമെന്റിന് അത് റീപേ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നു. ഈ റീപേ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് റീപേ ചെയ്യാൻ വേണ്ടി അത് അഗെയിൻ ലോണുകൾ എടുക്കുന്നു. ഇങ്ങനെ ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് മേ ലീഡ്സ് ടു ഡെപ്റ്റ് ട്രാപ്പ്. The next one, poor performance of industrial sector. ഇൻഡസ്ട്രിയൽ സെക്ടറുകളിലെ പുവർ പെർഫോമൻസ് എന്ന് പറയാൻ കാരണം ഇൻ അവർ കൺട്രി ലൈക്ക് ഇന്ത്യ ദർ ആർ എ കമ്പേഴ്സം ആൻഡ് ലോങ് പ്രൊസീജിയർ ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ പോലുള്ള ഒരു രാജ്യത്ത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പേഴ്സം ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സോ മെനി പ്രൊസീജിയേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാർട്ടിങ് എ ബിസിനസ്. മാത്രമല്ല ഇൻ അവർ കൺട്രി it is not a developed country, so it uses outdated machinery.
അധികം നമ്മളുടെ മിഷനറീസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ന്യൂവർ ആൻഡ് ന്യൂവർ മെത്തേഡ്സുകളൊന്നും നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഹൈ. So majority of the public sector undertaking made huge losses. ഇതൊക്കെ തന്നെയാണ് കാരണം. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ alike suffer from the limitations of outdated machinery, several procedure, etc. അപ്പോൾ ഗവൺമെന്റ് പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും ഏതൊരു തരത്തിലുള്ള ഫേമുകൾക്കും ഈ ഔട്ട്ഡേറ്റഡ് മെഷീനറികൾ ടെക്നോളജി പ്രോബ്ലംസ് ഒരുപാടാണ്. സോ ഇൻ അവർ കൺട്രി മേജോറിറ്റി ഓഫ് ദി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് മേഡ് ഹ്യൂജ് ലോസസ്. ഇറ്റ് മേ ബിക്കം ബിഗ് ലയബിലിറ്റി ഫോർ ദി ഗവൺമെന്റ്. ഇതും ഗവൺമെന്റിന് ഒരു ലയബിലിറ്റി ആയിട്ട് മാറുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പെർഫോമൻസ് പുവറാണ്. കാരണം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തന്നെ സെവറൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ ആളുകൾ ഡിസ്കറേജ്ഡ് ആവാണ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അവർ തിരിച്ചു പോകാണ് തുടങ്ങാതെ. പിന്നെ ഒരു നെക്സ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് മെഷീനറീസ് ആണ്. വി കാണ്ട് അഡോപ്റ്റ് huge machineries or modern machineries. We can't adopt that due to lack of fund. We can't adopt that. അപ്പോൾ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെഷീനറീസ് ഒന്നും അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഹൈ. The next one, very low forex services. Forex services, we have forex reserves. We have already stated the forex reserve. Forex reserve means the reserve or assets that's to be maintained by the central bank for meeting its liabilities. That is, in our country, our forex services reserves will be reserve was low. Then Iraq war. Due to the effect of Iraq war, the petroleum prices and other things will be the petroleum prices and other things are raised. Then inflation. Inflation means a rise in price level of almost all items. That is inflation. Low per capita income. It is the average income earned per person in a locality. That is, അതെല്ലാം നമ്മളുടെ രാജ്യത്ത് പൂവർ ആയിരുന്നു ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 1980 to 1990. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു, ഇറാഖ് വാറിന്റെ ഇഫക്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോ പെർ ക്യാപിറ്റ ഇൻകം അതില്ല. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് മീൻസ് പീപ്പിൾ ആർ റെഡി ടു വർക്ക് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ not available to them. It is a situation of unemployment. Then shortage of domestic capital. Our country, India, lacks capital. It cannot raise enough capital for its their own working. These are all the factors led to the Indian economy. Thank you all.